നമ്മുടെ ജീവിതം എത്ര വേഗത്തിലാണ് മുന്നോട്ട് പോകുന്നത്. ഒരു ദിവസം മറ്റൊന്നായിട്ട് മാറുന്നു, ആഴ്ചകൾ മാസങ്ങളായിട്ട് മാറുന്നു, മാസങ്ങൾ വർഷങ്ങളാവുന്നു. ഇങ്ങനെയുള്ള നമ്മുടെ ഈ സ്വപ്നങ്ങൾക്കിടയിൽ നമ്മൾ ജീവിച്ചു പോകുമ്പോൾ ഒരുപാട് നമ്മൾ അറിയാതെ മുന്നോട്ട് പോകുന്നു. ഈ നിമിഷം ഈ അവസരത്തിൽ നമ്മളൊരു ചോദ്യം നമ്മോട് തന്നെ ചോദിക്കേണ്ടതുണ്ട്. ഞാൻ എൻ്റെ ജീവിതത്തിൽ പോകുന്നത് ശരിയായ രീതിയിലാണോ, എനിക്ക് വളർച്ചയുണ്ടോ എന്നുള്ളത്. ഈ സ്വയം ചോദിക്കുന്ന ഇതാണ് സെൽഫ് റിഫ്ലക്ഷൻ, അതായത് സ്വയം പരിശോധന എന്ന് പറയുന്നത്. സുഹൃത്തുക്കളെ, സ്വയം പരിശോധന നമ്മുടെ മനസ്സിന്റെ ഒരു കണ്ണാടിയാണ്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്ന ചിന്തകളും നമ്മുടെ പ്രവർത്തനങ്ങളും ലക്ഷ്യങ്ങളും നമുക്കുണ്ടായ നേട്ടങ്ങളും ഒക്കെ അതിൽ പ്രതിഫലിക്കുന്നു. അതായത് ആത്മപരിശോധന നമ്മളെ വളർച്ചയിലേക്ക് നയിക്കുന്നു. നമ്മുടെ പോയ കാര്യങ്ങളിൽ ഉണ്ടാകുന്ന തെറ്റുകളും മറ്റും നമുക്ക് തിരുത്താൻ സാധിക്കുന്നു. ഇതാണ് സെൽഫ് റിഫ്ലക്ഷന്റെ പ്രത്യേകത. സ്വയം പരിശോധനയുടെ നമ്മൾ നമ്മുടെ ജീവിതത്തെ പരിശോധിക്കുന്നു, നാളത്തെ സ്വപ്നങ്ങളെ രൂപപ്പെടുത്തുന്നു. അതുപോലെ തന്നെ നമ്മൾ ഒരു വാഹനം ഓടിക്കുകയാണെങ്കിൽ നമുക്കൊരു റൂട്ട് ഡയറക്ഷൻ ഇല്ലാതെ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. വളരെ വേഗത്തിൽ പോയാൽ നമ്മൾ വേഗത്തിൽ അവിടെ എത്തും, പക്ഷേ നമ്മൾ എവിടെ എത്തുമെന്ന് അറിയില്ല. സ്വയം ചോദിക്കാവുന്ന ചോദ്യങ്ങൾ ഇതൊക്കെയാണ്. ഞാൻ എത്രത്തോളം എൻ്റെ ജീവിതത്തിൽ മുന്നേറിയിട്ടുണ്ട്, ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള വ്യക്തിയായിട്ട് ഞാൻ മാറുന്നുണ്ടോ, എൻ്റെ ജീവിതത്തിലെ സന്തോഷം എങ്ങനെയാണ് എനിക്ക് ലഭിക്കുന്നത്. മഹാന്മാരായ ആളുകളൊക്കെ, അത്ലറ്റുകൾ, അതേപോലെ ആളുകളൊക്കെ ഇങ്ങനെയാണ്. അവർ സ്വയം ചിന്തിക്കുന്നു, അവർ പ്രവർത്തിക്കുന്നു, സ്വയം മാറുന്നു. ഇങ്ങനെയാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. നമ്മൾ സ്വയം തിരിച്ചറിയുമ്പോൾ വെറുതെ ജീവിക്കുകയല്ല, ഉദ്ദേശ്യപൂർവ്വം ജീവിക്കുകയാണ്. നമ്മുടെ പുറത്തേക്കുള്ള യാത്ര പോലെ തന്നെ അകത്തേക്കുള്ള യാത്രയും. അതാണ് നമ്മുടെ ജീവിതത്തിന്റെ വളരെ ഉദ്ദേശ്യപൂർവമായ ലക്ഷ്യം.